അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു പൊറോട്ട നമ്മൾ വീശി അടിച്ചെടുക്കാണ്ടും അങ്ങനെ ഒക്കെ ആയിട്ടുള്ളൊരു പൊറോട്ട എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ടത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, പിന്നെ 1 ടേബിൾ സ്പൂണോളൊക്കെ ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് മൈദയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസാക്കി തന്നെ ഇത് കുഴച്ചെടുക്കുക കേട്ടോ. എന്നാലേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ പൊറോട്ടേൻ്റെ പോലെ വീശി അടിച്ച് അങ്ങനെ ചുരുട്ടി മടക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഇത് സാധാരണ പരത്തിയിട്ട് അങ്ങനെ എളുപ്പത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ചുട്ട് കഴിക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ്. ചൂടാറുന്നതിനേക്കാൾ നന്നായി നല്ല ചൂടോടുകൂടി തന്നെ നല്ല നെയ്യൊക്കെ ഒഴിച്ച് ചുട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതുപോലെ കുറച്ച് നന്നായി ഒന്ന് ലൂസാക്കി തന്നെ കയ്യിലൊട്ടുന്ന രീതിയിൽ ലൂസാക്കി തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് 1 ടേബിൾ സ്പൂണൊക്കെ ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി അപ്പോൾ കയ്യിലുള്ളതും കൂടിയും അതിലേക്ക് കുഴച്ച് നന്നായി ഉരുട്ടി വെക്കട്ടെ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം, എന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. അത് ഞാൻ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ബോൾസ്, ഞാനിപ്പോൾ ഈ കത്തി കൊണ്ട് കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പം നമ്മൾ പരത്തുന്നത് തട്ടില്ലേ, അത് വട്ടം കുറവായതുകൊണ്ടാണ് ഞാനിത് ടേബിൾ ടോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പരത്തുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇതുപോലെ പൊടി തൂയിട്ട് നമുക്ക് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് നെയ്യ് മാത്രം തേച്ചാലും മതി, അല്ലെങ്കിൽ കുറച്ച് നെയ്യും ഇതിലേക്കൂടി കുറച്ചും കൂടി ഓയിലും കൂടി ചേർത്തിട്ട്, അത് നെയ്യ് മാത്രം ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാൻ നെയ്യ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിലും കൂടി മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തേച്ചിട്ട് നമുക്ക് ഇതുപോലെ വലിച്ചൊന്ന് ഇങ്ങനെ പതുക്കെ നീട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ല നേരിയതായിട്ട് നല്ല വലിപ്പത്തിൽ കിട്ടും കേട്ടോ. പിന്നെ പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല തിന്നായിട്ട് തന്നെ വലിപ്പത്തിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ ആ നെയ്യ് തേച്ച ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പൊടി വെച്ച് പരുത്തിയതിന് ശേഷം കുറച്ച് ഇതുപോലെ നെയ്യും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് തടവിയിട്ട് നമുക്കിതുപോലെ പതുക്കെ ഇങ്ങനെ ചുറ്റിച്ച് തന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വലിച്ച് നീട്ടിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് നല്ല വലുപ്പത്തിൽ വരും. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ആ ഉള്ളിലേക്ക് മടക്കിയ പാകം അടിയിലേക്ക് ആക്കിയിട്ട് നമുക്കിതുപോലെ വെക്കാം. എന്നിട്ടൊരു നനഞ്ഞ ക്ലോത്ത് ഇട്ടൊന്ന് മൂടി വയ്ക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഓരോ ബോൾസും അപ്പോൾ നമ്മളിതുപോലെ നേരത്തെ പരുത്തിയൊക്കെ ഉരുട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് പെട്ടെന്നെടുത്ത് പരുത്തി ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഇതുപോലെ തന്നെ ഒന്ന് പരുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലേക്കാക്കി മടക്കി വെച്ച ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് വേണം പരുത്തിയെടുക്കാനായിട്ട്. പരുത്തിയിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വല്ലാണ്ട് തിന്നാവണ്ട, ചെറിയൊരു കനത്തിൽ, എന്നാൽ വല്ലാണ്ട് കനത്തിലും വേണ്ട കേട്ടോ. എന്നിട്ടിങ്ങനെ തിരിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം, അല്ലെങ്കിൽ നെയ്യ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഓയിൽ മാത്രം ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായി പൊള്ളച്ച് വന്നതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. കണ്ട ഇപ്പോൾ ഒന്ന് നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ട ഇതുപോലെ നല്ലോണം പൊള്ളച്ച് വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായി നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് 2 സൈഡിൽ നല്ല പോലെ മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല മൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആവുക. നെയ്യിൻ്റെ ഫ്ലേവറും എന്നാൽ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണം. അപ്പോൾ നിങ്ങളിപ്പം ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ പരുത്തി അവിടെ ക്ലോത്ത് ഇട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ചുട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കേട്ടോ, പ്രത്യേകിച്ച് മൈദ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി നല്ല കഴിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഇക്കൻ്റെ സിസ്റ്റർ മരുമകളുണ്ട്, എൻ്റെ ഉമ്മയാണ്, ഐഷാൻ്റെ ഉമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. താങ്ക്സ് ഉമ്മക്ക്, താങ്ക്സ് പറയുകയാണ് ഞാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. സ്റ്റൂവിൻ്റെ കൂടെ ആയാലും ചിക്കൻ കറീൻ്റെ കൂടെ ആയാലും ചിക്കൻ സ്റ്റൂ ആയാലും മട്ടൺ സ്റ്റൂ ആയാലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ഇത് ചുട്ട് കഴിഞ്ഞാൽ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ 2 കൈ കൊണ്ടും ഒന്ന് പതുക്കൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ഒരു പൊറോട്ട പോലെ തന്നെ നല്ലൊരു സോഫ്റ്റും ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.